എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെ ഓർത്ത് നീറുകയാണ് ഇപ്പോൾ എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഹൃദയചിഹ്നം ഫയലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. കൃത്യമായി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. പക്ഷെ അതിലൊരു കുറ്റബോധമുണ്ട്. നിങ്ങളുടെ പ്രണയ സംബന്ധിയായി നിങ്ങളെ സ്നേഹിച്ച ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഓർത്ത് നീറുകയാണ്. അതായത് ആദ്യം നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും നിങ്ങളെ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് എപ്പോഴോ ആ വ്യക്തിക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. ആ വ്യക്തി തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും നിങ്ങളെ വിളിക്കുകയും നിങ്ങളെ ആ വ്യക്തിയിലേക്ക് അടുപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് ആ വ്യക്തിക്ക് അതിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നിരിക്കുന്നു. ആ വ്യക്തി അപ്രകാരം പിന്നോട്ട് പോയത് മൂലം വലിയൊരു പ്രതിസന്ധി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് തൻ്റേത് മാത്രമായൊരു കുഴപ്പമാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു കുഴപ്പമാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തി ജീവിതത്തിലുണ്ടായ തിരിച്ചടി ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ആ തിരിച്ചടി ആ വ്യക്തി ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. കാരണം ആ വ്യക്തിയുടെ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങളുമായിട്ട് ഒരു അകൽച്ചയുണ്ടായി, നിങ്ങളെ വെറുക്കേണ്ട വന്ന ഒരവസ്ഥയുണ്ടായി, നിങ്ങളിൽ നിന്ന് അകൽച്ച ആയി മാറേണ്ട ഒരവസ്ഥയുണ്ടായി. അത് ആ വ്യക്തിക്ക് ഇപ്പോൾ താങ്ങാൻ കഴിയുന്നില്ല. കാരണം തെറ്റ് ആ വ്യക്തിയുടെ ഭാഗത്താണ്. അതുകൊണ്ടാണ് നീറിപ്പോകുന്നത് മനസ്സ്. ആദ്യം സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു, ക്ഷണിച്ചു, വിളിച്ചു എന്നുള്ളതൊക്കെ സത്യം തന്നെ. പക്ഷെ തെറ്റ് ആ വ്യക്തിയുടെ ഭാഗത്തായിട്ട് തുടരുകയാണ്. തെറ്റ് ആ വ്യക്തിയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അത് തിരുത്തേണ്ടിയിരിക്കുന്നു. ആ വ്യക്തിക്ക് അത് തിരുത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ വ്യക്തി അത് തിരുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. കാരണം അത്രയും കോംപ്ലിക്കേഷനായ അല്ലെങ്കിൽ അത്രയും പ്രതിസന്ധിയുള്ള ഒരു ഘട്ടമാണ് അവിടെ സംജാതമായിരിക്കുന്നത്. തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ ആ വ്യക്തിക്ക് സമാധാനം പോലും ലഭിക്കില്ല. അത്രത്തോളം നീറിപ്പുകയിൽ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം മറ്റാരുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ച ഒരവസ്ഥ ആ വ്യക്തിക്കുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ കാരണവും. അതായിട്ട് രണ്ടാമത്തെ ഫയൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ മനസ്സ് നീറുന്നുണ്ട്. അത് ആ വ്യക്തിയുടെ കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ വ്യക്തി ജീവിച്ച ആവാസ വ്യവസ്ഥിതിയും നിങ്ങളുടെ കുടുംബാന്തരീക്ഷവും ഒക്കെ തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു, വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണെന്നും സത്യമാണെന്നും ആ വ്യക്തിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. പക്ഷെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അതിലുണ്ട്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ സമയം കുറച്ച് വൈകിപ്പോയിരിക്കുന്നു. നിങ്ങളെ മനസ്സിലാക്കുന്നതിനും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിനും നിങ്ങളെ ഉൾക്കൊള്ളുന്നതിനൊക്കെ ഉണ്ടായ കാലതാമസം ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചുണ്ടായ ആ പ്രതിസന്ധി ആ വ്യക്തിക്ക് ഉൾക്കൊണ്ടു പോകാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉടലെടുത്തു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ പ്രതിസന്ധി തളം കെട്ടിക്കിടക്കുന്നു. ആ പ്രതിസന്ധി വല്ലാതെ ആയിരിക്കുന്നു. ഒരിക്കലും ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്നുണ്ടായത്. പക്ഷെ ഇത്രയും കാലം ആ വ്യക്തി വിചാരിച്ചത് നിങ്ങളുടെ തെറ്റായിരിക്കും എന്നാണ്. നിങ്ങൾക്കെന്താ അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ ആ വ്യക്തി ചിന്തിച്ചു. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി അതിൻ്റെ ഒരു നിങ്ങളുടെ നിസ്സഹായാവസ്ഥ, ആ ഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ആ വ്യക്തിക്ക് ബോധ്യമുണ്ട്. കാരണം നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ വ്യക്തി കുറച്ചുകൂടി നിങ്ങളെ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നുള്ള ചിന്ത ആ വ്യക്തിയിലുണ്ടാകുന്നു. അതുതന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ
വിഷമമായിട്ടും വരുന്നത്. അത് ആ വ്യക്തിക്ക് ഒരു വലിയ ദുഃഖമായിട്ട് അവശേഷിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ദുഃഖം ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനസ്സിൽ വിഷമമായി മാറുകയാണ്. ഒരുപാട് ദുഃഖം നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ, ഒരുപാട് ദുഃഖം നിറഞ്ഞ സാഹചര്യത്തിലൂടെ ആ വ്യക്തി ജീവിച്ചു വന്നതാണ്. ആ വ്യക്തിക്ക് മറ്റൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ആ വ്യക്തി കരുതുന്നതും ആ വ്യക്തി മനസ്സിലാക്കുന്നതും ആ വ്യക്തി ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളെയാണ്. തെറ്റാ വ്യക്തിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ അടുത്ത് കിട്ടിയാൽ വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതേ രീതിയിലാണ്, അതേ ശൈലിയിലാണ്, അതേ നിലപാടിലാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ആ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല, ആ വ്യക്തിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ചേർന്ന്, നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ്. അതുതന്നെയാണ് ആ വ്യക്തിയുടെ ആഗ്രഹവും. അതിനുവേണ്ടി തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി ഓടിയെത്തും. കാരണം നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ ഓർത്ത്, താൻ ചെയ്തത് തെറ്റായെന്ന് ഓർത്ത് ആ വ്യക്തിക്ക് ദുഃഖമുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.